കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കണോ? ഇതിന്റെയൊക്കെ ഇതിനൊരു അളവുണ്ടോ? ഇത് മുറിക്കാൻ ഇതിനൊരു കണക്കുണ്ടോ? അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരാണോ അതോ കേരള സർക്കാരാണോ ഇതിന്റെ ഉടമസ്ഥര്? ഇത് കണക്കില്ലാത്ത അത്ര സ്ഥലത്തുണ്ട് ഈ ചന്ദനം. ഇത് എങ്ങനെയാണ് മുറിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് മുറിക്കേണ്ടത്? ഇതിനൊരു സമയമുണ്ടോ? ഇതിന് പ്രത്യേകിച്ച് ഒരു അളവുണ്ടോ? ഒരു അളവുണ്ടോ ഇത് മുറിക്കാൻ? മറയൂർ ചന്ദനത്തിന്റെ ഭാഗമായിട്ടുള്ള മരങ്ങളാട്ടോ അതൊക്കെ. അങ്ങനെ മറയൂർ ടൗണിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ മറയൂർ ടൗൺ ഇതിപ്പോ ഇന്നലേക്ക് നമ്മുടെ ഹോട്ടൽ അന്വേഷിച്ചിരുന്നിട്ടാണ്. ഹോട്ടൽ അന്വേഷിച്ച് നമ്മൾ നിന്ന ഹോട്ടലും കാണിച്ചത് സാധാ ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ്. നമ്മളങ്ങനെ ഒരു ബഡ്ജറ്റ് ട്രിപ്പും ബഡ്ജറ്റ് യാത്രയൊക്കെ ആകുമ്പം ആ നിലക്കുള്ള ആസ്വാദനം അല്ലെങ്കിൽ ആ നിലക്കുള്ള ലക്ഷറി നമ്മൾ എടുക്കലുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കലുള്ളൂ. അങ്ങനെ അതിൽപ്പെട്ടൊരു യാത്രയാണിത്. അതൊക്കെ മറയൂർ ടൗണിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. മറയൂർ ടൗൺ തന്നെയാണ്. മറയൂർ ടൗൺ അങ്ങനെ വലിയൊരു ടൗൺ അല്ലെങ്കിൽ വലിയൊരു നഗരം എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് സ്ഥലം ഒരു ചെറിയ ടൗൺ ആണ്. രണ്ട് സൈഡിൽ ഒതുങ്ങണ, രണ്ട് സൈഡിൽ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങുന്ന ചെറിയൊരു ടൗൺ ആണ്. ഇപ്പം പിന്നെ മറയൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് കേൾക്കുന്നത് എന്താണ്? മറയൂർ ചന്ദനക്കാടുകൾ, മറയൂർ ചന്ദനം അല്ലെങ്കിൽ സാൻഡൽവുഡ് ഫോറസ്റ്റ് ആണ് മറയൂർ നമ്മൾ പെട്ടെന്ന് ആകർഷിക്കുന്നത്. പിന്നെ അതേപോലെ മറയൂർ ശർക്കര ഒബ്വിയസ്ലി വേറൊരു ഇവിടുത്തെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ അതിൽ കൂടുതലായിട്ട് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ മറയൂർ ഉണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു. പിന്നെ കാന്തല്ലൂർ പോയാൽ അവിടെ പിന്നെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. അല്ലെങ്കിൽ കാന്തല്ലൂർ നമ്മൾ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒറ്റയ്ക്കിറങ്ങി മറയൂരൊക്കെ ശരിക്കും ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ കാന്തല്ലൂരാണ് നെക്സ്റ്റ് പിടിക്കുന്നത്. ഇവിടെ അല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ മറ്റേ സാൻഡൽവുഡ് ഫോറസ്റ്റിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് ഇതൊക്കെ സാൻഡൽവുഡ് ഫോറസ്റ്റിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ റൈറ്റ് സൈഡിലൊക്കെ സാൻഡൽവുഡ് ഫോറസ്റ്റ് ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ മറയൂരിന്റെ സ്വന്തം ചന്ദന ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മറയൂരിന്റെ സ്വന്തം, മറയൂരിന് അവകാശപ്പെടാൻ പാകത്തിന് മാത്രമുള്ള ചന്ദനമര ഫോറസ്റ്റുകളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ. ഇനി നമുക്ക് ഇത് കുറച്ചല്ല കേട്ടോ, ഇത് കുറേ അധികം ദൂരം ഈ ഇവിടെയൊക്കെ പിന്നെ നാടുമായിട്ട് ബന്ധപ്പെട്ടത് ഫോറസ്റ്റ് ഒഴിവായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് മാത്രമായിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പം നമ്മൾ നിന്ന റൂം ഇവിടെയാണ്. ചെറിയൊരു സൗകര്യത്തിലുള്ള റൂമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റായിട്ട് വരുന്നവർക്കൊക്കെ നിൽക്കാൻ കുഴപ്പം. ഒരു 1000 റുപ്പീസിനൊക്കെ റൂം കിട്ടാൻ സാധ്യതയുണ്ട്. സീസൺ അനുസരിച്ചാവും എങ്കിൽ പോലും സാധാരണ സമയത്തൊക്കെ ആ റേഞ്ചൊക്കെ വരുള്ളൂ. പിന്നെ ഇപ്പോൾ സീസണിലൊക്കെ വരും അല്ലാതെ ചാർത്തുന്ന സമയമാണ്. ആൾക്കാരെ അങ്ങനെ ഈ ലോഡ്ജ് ഹോട്ടല് അങ്ങനെ റിസോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞ സീസൺ അനുസരിച്ചാണല്ലോ അവരുടെ കച്ചവടം. അതനുസരിച്ച് പൈസയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവുക അപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നല്ല നിന്നത്. ഈ റൈറ്റ് സൈഡിലൊക്കെ മറയൂർ ചന്ദന മരങ്ങളാണ്, ചന്ദന ഫോറസ്റ്റ് ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ചന്ദന ഫോറസ്റ്റ് ആണ്. ഇത് ഉള്ളിലോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വർഷമായിട്ടുള്ള മരങ്ങളാണെന്നൊന്നും അറിയില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ 100-200 റൂമാണ് നമ്മളിന്നലെ നിന്നത്. ഈ റൂമാണ് നമ്മളിന്നലെ നിന്ന്. ഈ റൂം അതിന് താഴേക്കാണ്, പക്ഷെ കുഴപ്പമില്ലാത്ത സൗകര്യത്തിലുള്ള റൂമാണ്. അപ്പോൾ അതാണ് മറയൂർ ചന്ദനത്തിന്റെ ഭാഗങ്ങളിലൂടെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ്, സൈഡിലൊക്കെ സാധാരണ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അപ്പം ആ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്ത് കൂടെ അങ്ങനെ പോവാണ്. ഇത് റോട്ടൊക്കെ ഫെൻസിങ് ഉണ്ട് തോന്നുന്നു. പക്ഷെ അതിന്റെ പുറത്ത് ഈ റോട്ടിക്ക് ഓരോ മരങ്ങളൊക്കെ, ഈ മരങ്ങളുടെയൊക്കെ വണ്ണം കണ്ട എത്രങ്ങാനും വണ്ണുണ്ട് പല മരങ്ങളും. അങ്ങനെ ഇതൊന്നും ഇപ്പം എല്ലാം ഇപ്പം പണ്ടൊക്കെ ഇത് അങ്ങനെ ഇപ്പം ഒരുപാടുണ്ട്. ഇപ്പോൾ പണ്ട് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം അതുപോലെ തന്നെ ഇത് നട്ടുപിടിപ്പിക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഇത് അങ്ങനെ ഉണ്ടായി തുടങ്ങിയൊരു ഫോറസ്റ്റ് ആണെങ്കിൽ കൂടെ ഇതിലൊക്കെ 10-20 വർഷമുള്ള പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ അങ്ങോട്ട് കയറി തൊടാൻ പറ്റുന്നൊരു മരമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ ഫോറസ്റ്റ് സർക്കാരിനാണെന്നുണ്ടെങ്കിലും ഇത് ഉണങ്ങി അല്ലെങ്കിൽ പൊട്ടി വീണാലൊക്കെ തന്നെയുള്ള അവർക്ക് കൈയിട്ട് മാന്താൻ കഴിയുള്ളൂ. അതല്ലാത്ത പക്ഷേ ഇതൊക്കെ അങ്ങനെ കയറാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ലോക്കലായിട്ട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ 2 സൈഡും ചന്ദന മരങ്ങളാണ് 2 സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ അഭിപ്രായം നട്ടുപിടിപ്പിച്ചതാണെന്നാണ്. ഇതൊക്കെ പുതിയ മരങ്ങളാണ്, വലിയ വണ്ണല്ലാത്ത മരങ്ങളാണ്. അതിൽ കുറച്ച് മരങ്ങളൊക്കെ വണ്ണുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെറിയ മരങ്ങളാണ്. പക്ഷെ മറിച്ച് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല വണ്ണവും തടിയൊക്കെ ഉള്ള ടൈപ്പ് മരങ്ങളാണ്. ഇതാക്കണ മറയൂർ ചന്ദന ഡിവിഷനാണ്. എല്ലാ മരത്തിൻ്റെയൊക്കെ വണ്ണം എത്രയായിരം കോടിയുടെ മുതൽ കിടക്കുന്നുണ്ട്. അതൊക്കെ മുറിച്ച് വെക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ തൊടാൻ പറ്റില്ല. അതാണ് രസത്തില്ല. അപ്പം ഇത് അവസാനിക്കണില്ല, അതങ്ങനെ തുറന്നുകൊണ്ട് നിൽക്കണം. അപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയോ
1000 ഏക്കർ ആണ് മറയൂർ ചന്ദനവനാണ് കേട്ടോ ഇതൊക്കെ. മറയൂർ ചന്ദനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കുറേ ദൂരമുണ്ട് ഈ കാട്. മറയൂർ നമുക്ക് കാര്യമായിട്ടുള്ളൊരു അട്രാക്ഷൻ കൂടി ഇതാണ്. ചന്ദനക്കാടുണ്ട് മറയൂർ. അത് ഗവൺമെൻറ്റിനായിട്ടുള്ള തന്നെ ചന്ദനക്കാടുകൾ അറ്റല്ലാതെ കിടക്കുന്ന ചന്ദനക്കാടാട്ടോ ഇത്. എത്ര ചന്ദന മരങ്ങൾ കിടക്കുന്നത് ഇതിലൊരു അത്ര അധികം കാട്ടുപോത്തോളം നല്ല മനോഹരമായിട്ട് പുല്ല് കഴിഞ്ഞ് പുല്ലൊക്കെ തിന്ന് ചന്ദനക്കാട്ടിൽ കൂടെ നടക്കുകയാണ്. ഇതിങ്ങനെ കിലോമീറ്ററോളം ഉണ്ട് ഈ ചന്ദനക്കാട്. ഇത് മറയൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം കൂടി ഇതാണ്, ഈ ചന്ദനക്കാടുകളാണ്. അപ്പോൾ ഇത് മറയൂർ ചന്ദനക്കാടിൻ്റെ ഡിവിഷൻസിൽ പെട്ടതാണ്. മറയൂർ ചന്ദനങ്ങളാണ് ഇതൊക്കെ. ഈ മരങ്ങളൊക്കെ മറയൂർ ചന്ദനങ്ങളാണ്. നമ്മൾ ഇതുവരെ വന്നോടത്തോളം ലെഫ്റ്റ് റൈറ്റും ചന്ദനക്കാടിൻ്റെ ആയിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ പോണ സ്ഥലത്ത് റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ഇതിപ്പം 3 അടിമാലി റൂട്ടാണ്. നമ്മളിപ്പോൾ ഈ മറയൂരിന് ഈ കാട് കാര്യമായിട്ട് കാണാൻ പറ്റിയത്. ഇതിൻ്റെ വേറെ ഭാഗത്തു കൂടി ജേസി നീണ്ടു നിർന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. സീഡ്ലിങ്സ് ഇവിടെ സെയിലിനുണ്ട് എന്നാണ് പറഞ്ഞത്. ചന്ദന തൈ ഇവിടെ കൊടുക്കുന്നുണ്ട്. മറയൂർ ചന്ദനത്തിൻ്റെ തൈകൾ ഇവിടെ കൊടുക്കുന്നത് ഫോറസ്റ്റ് ഓഫീസാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചന്ദനക്കാട് അവസാനിക്കണില്ല കേട്ടോ. ചന്ദനക്കാട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റിൽ ഏറെക്കുറെ മരമൊക്കെയാണ്, അതായത് ഒരു 80% മരമാണ് ചന്ദനമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ പല വക മരങ്ങളും, പക്ഷെ കൂടുതലും ചന്ദനമാണ്. ഒരു 80% ചന്ദനമാണ്. കണ്ട ഇതൊക്കെ ഇതൊക്കെയാണ് ഒരു പ്രോപ്പർ പ്രൊപ്പോർഷൻ ചന്ദനത്തിൻ്റെ. ഒന്നും അത്ര വണ്ണം വെച്ചിട്ടില്ല, ആവാനാവണതേ ഉള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ ഇതൊന്നും ചന്ദനമല്ല കേട്ടോ, അതൊക്കെ വേറെ ഏതൊരു മരമാണ്. ഇതൊക്കെ ചന്ദനമാണ് ഈ മരമൊക്കെ. അങ്ങനൊക്കെ മറയൂർ ചന്ദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മരങ്ങളാട്ടോ അതൊക്കെ. ഈ പിന്നെ വളരെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ ഈ ചന്ദനക്കാടുകൾ. മറയൂരിൻ്റെ ചന്ദനക്കാടുകൾ ഉള്ളിലേക്ക് നമ്മളാ പുറത്തുനിന്ന് കാണുന്ന 2 വരിയൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ അതൊക്കെ ചന്ദനമരം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വേറെ ഇപ്പം ഞാൻ പിന്നെ അവിടെ ഒരു ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ആളോട് ചോദിക്കായിരുന്നു ഇതിൽ ചന്ദനമരം മാത്രമേ ഉള്ളൂ. ഇവിടെ ചന്ദനമരം മാത്രമേ ഉള്ളൂ, ഇതിലും ബാക്കിയുള്ള വേറെയുള്ള പടുമരങ്ങളോ, അതായത് പ്ലാവോ മൂച്ചിയോ തേക്കോ വീട്ടിൽ അങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ല. പുള്ളി ചന്ദനം അതിങ്ങനെ പരന്ന് പ്രകാശിച്ച് പന്തലിച്ച്. ശരിക്കും ഈ ചന്ദനം കേന്ദ്ര സർക്കാരാണോ അതോ കേരള സർക്കാരാണ്? ഇതിന്റെ കേരള സർക്കാരാണ്. ഇത് മുറിച്ചു കൊണ്ടുപോകണോ കേരള സർക്കാരാണ് അല്ലേ? ഇതിന് ഇത്ര ഒരു അളവുണ്ടോ അത് മുറിക്കാന്? മരം ഉണങ്ങണം, അപ്പുറം മുറിച്ചോളൂ അല്ലേ? ശരി. ഉണങ്ങി വീഴണോ? വേണ്ട, ഉണങ്ങിയേ മുറിച്ചെടുക്കാം. പച്ചക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? അത് കൊടുക്കാം അല്ലേ? ഇതിനൊക്കെ ഇപ്പം 10, 30, 40, 50 വർഷം പഴക്കമുള്ള മരങ്ങൾ ഉണ്ട് അല്ലേ? ശരി. ഇതിൽ വേറെ മരങ്ങളൊന്നും ഇല്ല, ഉള്ളിൽ ചന്ദനം. ഇതാണ് ചന്ദനം. എനിക്ക് മനസ്സിലായി. അത് മറ്റേത് വെണ്ടേക്കല്ലത്, അത് വെണ്ടേക്ക. കൂടുതൽ ചന്ദനമരാണ് അല്ലേ? ഇത് വെച്ച് നട്ട് വളർത്തിയത് പണ്ട് തന്നെ വന്നതാണ്. പിന്നെ അത് വിത്ത് വെക്കുന്നുണ്ട്. ശരി. എന്നാൽ പണ്ടത്തെ മരങ്ങൾ പോലെ വരുന്നില്ല, അത്ര ഹൈറ്റും വെയിറ്റും വരുന്നില്ല അല്ലേ? പോട്ടെന്നാ നിങ്ങൾ പോരണോ? കയറണോ? ഇല്ല ഞാൻ ബാക്കി. ഓക്കെ. അപ്പൊ ഞാന് പിന്നെ ആളോട് ചോദിക്കായിരുന്നു ഇത് ഈ ശരിക്കും ഈ ചന്ദന മരത്തിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇത് ആർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കേരള സർക്കാരാണെന്ന് പറയുന്നത്. സാധാരണ ഫോറസ്റ്റ് ഒക്കെ കേന്ദ്ര സർക്കാരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യലെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേരള സർക്കാരാണ്. പക്ഷെ അത് പച്ചയ്ക്ക് മുറിക്കാൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഉണങ്ങി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൊട്ടി വീണ് കഴിഞ്ഞാലോ അവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീണത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുറിച്ച് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ പറയാൻ കഴിഞ്ഞത്. പിന്നെ ഇതില് വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് കൂടുതലും. അങ്ങനെ ചെറിയ ഇതൊരു മഹാഗണിയാണല്ലോ. ഇതിൽ വേറെ സിൽവർ അതേപോലെ തന്നെ മഹാഗണി അങ്ങനെ ചെറിയ മരങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ. പക്ഷെ കൂടുതലും ചന്ദനാണ് ഉള്ളത്. അതായത് ഒരു 80% ചന്ദനാണ്, ബാക്കിയുള്ളതേ ഉള്ളൂ അല്ലറ ചില്ലറ മരങ്ങൾ. പക്ഷെ ഈ കാടിന് എത്രയാണ് ഇത് നീണ്ടു നിവർന്ന് കിടക്കണത് അറിയാം. അത്ര ചെറിയൊരു കാടല്ലത്. മറയൂർ ചന്ദനക്കാട് നമ്മളിപ്പോ പണ്ട് പറയും
നാച്ചിവയൽ തന്നെയാണ് നമ്മളുള്ളത്. നാച്ചിവയലിന്റെ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്, ഈ ചന്ദനക്കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കാടറ്റല്ല കിടക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എത്ര ദൂരമായി പോയിരുന്നു. ഇതിനൊരു അവസാനം ചന്ദനം, അതാ രസം. നോ അതർ മരം, വേറെ മരങ്ങളൊന്നുമില്ല, പുള്ളി ചന്ദനം. ഈ ചന്ദന മരം അങ്ങനെ ഇവിടെ ഒരു ട്രാവലറിൽ കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ചന്ദന കാട് കാണാനാണ് തോന്നുന്നത്. പണ്ട് പറയുന്നത് കേട്ടിട്ടുള്ളത് മറയൂർ ചന്ദനക്കാട് എന്നുള്ളത് വായിച്ചിട്ടുള്ളതൊന്നും അത്ര ചെറിയൊരു സ്ഥലമല്ല. നമ്മൾ ചെറിയൊരു ഗ്രാമത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇവിടെ. അത് എത്രയോ ഒരു 4, 5, 6 കിലോമീറ്റർ നമ്മൾ പോകുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഗ്രാമത്തേക്ക് എത്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്താണ് ഇവിടുത്തെ എന്താ കാഴ്ചകൾ എന്നുള്ളത് നോക്കുക. ആളുകളൊക്കെ രാവിലെ വെയിലും കാഞ്ഞിരിക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ രാവിലെ. ഞാൻ മറ്റേ ടെമ്പറേച്ചർ ഒന്നും നോക്കിയില്ലെങ്കിൽ പോലും ഒരു 10 or 11 ഉണ്ടാവും, അത്ര തണുപ്പുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയാണ്ട്. ഒരു 6, 6:30 ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നല്ല തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. നാച്ചിവയലാണ് ഗ്രാമത്തിന്റെ പേര്, നാച്ചിവയലെന്ന്. നല്ല തേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ. ഫോറസ്റ്റിന്റെ അതിൽ പെട്ടത് തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മറയൂർ ചന്ദനക്കാട്. അതുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെ മുറിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർക്ക് ഉപയോഗിക്കാം, ഇതിനൊക്കെ മറുപടി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.